ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിങ്ന്യൂസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു മാംഗോ ഷാർജയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ സൈഡിലൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടെന്ന് നിങ്ങളത് ക്ലിക്ക് ചെയ്ത് ഓളും കൂടി കൊടുത്തേക്കുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. മാംഗോ ഷാർജ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 കപ്പ് മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കാൻ വയ്ക്കുവാണ്. പാലിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ക്യൂബ് ബട്ടർ ആഡ് ചെയ്യുവാണ്. ഇത് 2 ടേബിൾ സ്പൂൺ വരും നമ്മൾ മെൽറ്റ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും. പാലിന് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ ബട്ടർ നമുക്ക് പെട്ടെന്ന് ഉരുക്കി കിട്ടും. ബട്ടർ ഇപ്പോൾ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. പാല് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഫ്ലെയിം മീഡിയത്തിലോട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഇതിൽ നമ്മൾ മാംഗോയും കൂടെ മിക്സ് ചെയ്തൊന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റും ആയിരിക്കും. ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ പാല് ചൂടാക്കാൻ വെച്ചേക്കുക. അതിനുശേഷം ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. പാലിപ്പോൾ ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ കട്ട് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ഞാനിവിടെ നല്ല പഴുത്ത 3 മാമ്പഴമാണ് ഷാർജയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിൽ ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മാംഗോ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പം മാമ്പഴം ഞാനിവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇതേപോലെ ചെറിയ പീസസായിട്ട് എടുക്കുക. മിൽക്ക് ഞാനപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തു. കണ്ടോ, നല്ല കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത്രയും കട്ടിയായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതിപ്പോൾ മുകൾ ഭാഗങ്ങൾ നല്ല സെറ്റായിട്ടുണ്ട്. അടിഭാഗം അത്രത്തോളം കട്ടിയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇത് ഞാനൊന്ന് പൊട്ടിച്ചിട്ട് ജ്യൂസിൻ്റെ ജാറിലേക്ക് ആഡ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാമ്പഴം കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ചില മാമ്പഴത്തിന് മധുരം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾ ഇതിലേക്ക് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാനപ്പോൾ മാമ്പഴവും പാലും കൂടി ചേർത്തിട്ട് ഫുള്ളായിട്ട് ഇവിടെ അടിച്ചെടുത്തു. കണ്ടോ, ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടും. നല്ല കട്ടിക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുപ്പ് ഉണ്ടാവും. കുറച്ചും കൂടി നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റും കൂടി നിങ്ങൾ ഫ്രീസറിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാനിത് ഒരു 20 മിനിറ്റും കൂടി ഒന്ന് ഫ്രീസറിലോട്ട് വീണ്ടും വയ്ക്കുവാണ്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാംഗോ ഷാർജ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. മാംഗോ ഷാർജ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂസ്, കുറച്ച് ആൽമണ്ടും പിസ്തയും പൊടിച്ചത്, പിന്നെ കുറച്ച് കറുത്ത മുന്തിരിങ്ങ, നമ്മുടെ ഡ്രൈ ഗ്രേപ്സ്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഫസ്റ്റ് ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ആഡ് ചെയ്യുവാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. കാഷ്യൂസ് ഞാൻ പൊളന്നാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ബദാമും പിസ്തയും കൂടെ പൊടിച്ചത് ആഡ് ചെയ്യുവാണ്. കുറച്ച് ഡ്രൈ ഗ്രേപ്സ്. ഇനി ഞാൻ ഇതിലേക്ക് തണുപ്പിക്കാനായിട്ട് വെച്ചിരുന്ന മാംഗോയുടെയും മിൽക്കിൻ്റെയും മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, കാഷ്യൂസ്, പിസ്തയും ബദാമും പൊടിച്ചത്, ഡ്രൈ ഗ്രേപ്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണേ. വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ആഡ് ചെയ്യുവാണ്. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് പിസ്ത പൊടിച്ചതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഐസ്ക്രീമിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് സിറപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചെറിയും കൂടി ആഡ് ചെയ്യുവാണ്. ഇത്രയേ ഉള്ളൂ, മാംഗോ ഷാർജ റെഡിയായി.
ഇത് നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മിൽക്കിൽ ബട്ടറൊക്കെ ആഡ് ചെയ്ത് എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്കൊരു ഐസ്ക്രീമിൻ്റെ ഒരു ടെക്സ്ചറാണ് ആ ഒരു മിൽക്കിന് വരിക. അതേപോലെ തന്നെ ഐസ്ക്രീമും മാംഗോയും ഒക്കെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് വയറ് നന്നായിട്ട് ഫില്ലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നല്ല ചൂട് സമയമാണ്. ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു മാംഗോ ഷാർജയുടെ റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.